ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ അത്യന്തം സംഘർഷഭരിതമാണ്. കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് വരുന്ന ഒരു പുതിയ വാർത്ത, അവിടെ ഈ അടുത്ത സമയത്ത് പുറത്തിറങ്ങിയ ഭീകരൻ യാസിർ ഭട്ടിനെ കാണാനില്ല എന്നുള്ള വാർത്തയാണ്. 2019 മാർച്ചിൽ ജമ്മുവിലെ ബസ് സ്റ്റാൻഡിൽ ഗ്രനേഡ് ആക്രമണം നടത്തിയതിന് ജയിലിലായിരുന്നു. അതിനുശേഷം ഈ അടുത്ത സമയത്താണ് ജാമ്യം നേടി പുറത്തിറങ്ങിയത്. പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. യാസിർ ഭട്ടിനെ കാണാനില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ വലിയ ജാഗ്രതാ നിർദ്ദേശത്തിന് ഇടയാക്കിയിരിക്കുന്ന വാർത്ത. പോലീസ് പറയുന്നത് ഇയാൾ ഒരുപക്ഷെ ഈ ഭീകരപ്രവർത്തനത്തിനായി പോയതാകും എന്നാണ് പറയുന്നത്. ഏതായാലും യാസർ ഭട്ടിൻ്റെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളോട് നിതാന്ത ജാഗ്രത പുലർത്താൻ പറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയാൽ പോലീസിനെ അറിയിക്കണമെന്ന് പറയുമ്പോഴും പെട്ടെന്ന് യാസിർ ഭട്ട് അപ്രത്യക്ഷമായതിനെക്കുറിച്ച് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പരക്കുന്നു. ഒരുപക്ഷെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയതാകാമെന്നും കൊലപ്പെടുത്തിയതാകാമെന്നുള്ള വാർത്തയും ഈ ജമ്മു കാശ്മീരിൽ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ഈ യാസിർ ഭട്ടിനെ കാണാതെ ആയ ഒരു സാഹചര്യം, ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൽ ഉടനീളം സൈന്യത്തിൻ്റെ വലിയ ഒരു സാന്നിധ്യമുണ്ട്. ഒരു വലിയ തിരിച്ചടിക്കായി ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് യാസിർ ഭട്ടിനെ കാണാനില്ല എന്ന ഒരു വാർത്ത പരക്കുന്നതും പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതും. ഏതായാലും സൈന്യം ഒരു അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് ഉൾപ്പെടെ. കാരണം ഈ യാസിർ ഭട്ടിനെ കാണാത്തത് ഒരുപക്ഷെ അവിടുത്തെ വിഘടനവാദ സംഘടനകൾ ഒരു സമരത്തിനോ പ്രക്ഷോഭത്തിനോ കാരണമാക്കി മാറ്റിയേക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.